നമസ്കാരം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. രാഷ്ട്രീയ കേരളം വിധി എഴുതാൻ ഇനി 12 നാൾ. ഡീൽ ആരോപണങ്ങൾ കടുപ്പിച്ച നേതാക്കൾ. സംസ്ഥാനത്ത് LDF SDPI ഡീലെന്ന് കോൺഗ്രസ്. വെൽഫെയർ പാർട്ടി UDF-നെ പിന്തുണച്ചാൽ മാത്രമാണ് പ്രശ്നമെന്ന് VD സതീശൻ. SDPIയുമായി CPM-ന് പരസ്യബന്ധമെന്ന് രമേശ് ചെന്നിത്തല. ആരോപണത്തിൽ ഒഴിഞ്ഞുമാറി മുഖ്യമന്ത്രി. SDPIയുമായി ഒരു നീക്കുപോക്കും CPM ഉണ്ടാക്കിയിട്ടില്ലെന്ന് MA ബേബി. മങ്കടയിലും വേങ്ങരയിലും ഇടത് സ്വതന്ത്രരെ SDPI പിന്തുണയ്ക്കും. രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി കെ സുധാകരൻ. കുടുംബത്തോടൊപ്പം എത്തിയാണ് കെ സുധാകരൻ നേതാക്കളെ കണ്ടത്. കെ സുധാകരൻ യഥാർത്ഥ കോൺഗ്രസ് പോരാളിയെന്ന് രാഹുൽ ഗാന്ധി. കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആയേക്കുമെന്ന് സൂചന. പാലക്കാട് കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് വത്സനെതിരായ പീഡന പരാതിയിൽ ദളിത് യുവതിയുടെ മൊഴിയെടുത്തു. തെളിവായി ദൃശ്യങ്ങൾ കൈമാറി. സജീവ പ്രചാരണ വിഷയമാക്കി LDF-ഉം NDA-യും. പ്രശോഭിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി കോൺഗ്രസ്. കടുത്ത വേനൽ ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് പലയിടത്തും വേനൽ മഴ. കണ്ണൂർ, കോഴിക്കോട്, ഒറ്റപ്പാലം, കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ മഴ. അടുത്ത 3 മണിക്കൂറിൽ 6 ജില്ലകളിൽ മഴ പെയ്യാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം കടുപ്പിച്ച് ഇറാൻ. അബുദാബിയിലേക്ക് ഇറാന്റെ ബാലസ്റ്റിക് മിസൈൽ ആക്രമണം. 5 ഇന്ത്യക്കാർക്ക് പരിക്ക്. റിയാദിലേക്കുള്ള മിസൈൽ ആക്രമണം തകർത്ത് സൗദി അറേബ്യ. സുൽത്താൻ എയർബേസിൽ 12 അമേരിക്കക്കാർക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. 2 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഹോർമൂസ് കടലിടുക്ക് കടന്നു. IPL 19-ാം പൂരം ഇന്നു മുതൽ. ആദ്യ ദിനം മാറ്റുരയ്ക്കുക റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദും. മത്സരം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മുതൽ. CPM BJP അന്തർധാരകൾ സജീവമെന്നും 2021-ലും CPM BJPയുമായി ഡീലുണ്ടാക്കിയെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും താൽപര്യങ്ങൾ ഒന്നിക്കുന്ന അവസ്ഥയെന്നും ചെന്നിത്തല ആരോപിച്ചു. സംസ്ഥാനത്ത് UDF തരംഗം അനുകൂലമാണ്. സാധാരണക്കാരന്റെ ജീവിതം ദുരിതപൂർണമാക്കിയ സർക്കാരാണിത്. മുഖ്യമന്ത്രിയുടേത് പരാജിതന്റെ ആത്മവിശ്വാസമെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. നരേന്ദ്രമോദി ആഗ്രഹിക്കുന്ന എന്താണ്? കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത്, കോൺഗ്രസ് മുക്ത ഭാരതം. കേരളത്തിലെ മുഖ്യമന്ത്രി എന്താണ് ആഗ്രഹിക്കുന്നത്? അവർക്ക് തുടർഭരണം ഉണ്ടാകണം, UDF വരരുത്. രണ്ടുപേരുടെയും താല്പര്യം ഒന്നിക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ്. 2021 69 സീറ്റുകളിൽ BJP NDA സഖ്യത്തിലെ ആളുകളുടെ വോട്ട് അങ്ങോട്ട് പോയി. അങ്ങനെയാണ് തുടർഭരണം ഉണ്ടായത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എന്താ തെളിവ്? NDA എന്ന് പറയുന്ന കക്ഷിയിൽ ഇപ്പോൾ 2020 ഒരു അംഗമാണ്. കുന്നത്തുനാട് മാത്രം എന്ന പ്രദേശത്ത് പഞ്ചായത്തിൽ മാത്രമുള്ള 2020ക്ക് BJP കൊടുത്തത് 19 സീറ്റാണ്. അപ്പോൾ വളരെ ബോധപൂർവമായി UDF-നെ പരാജയപ്പെടുത്താൻ BJPയും CPM-ഉം തമ്മിലുള്ള ഒരു അന്തർധാര ഇവിടെ നിലനിൽക്കുകയാണ്. ചെന്നിത്തല ഉന്നയിച്ച SDPI CPM ബന്ധമെന്ന ആരോപണം തള്ളി മുഖ്യമന്ത്രി. LDF-ന്റെ വികസന നേട്ടങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനുള്ള കുതന്ത്രമെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇദ്ദേഹം തന്നെ 1-2 ഘട്ടങ്ങളിൽ RSSന്റെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു എന്നുള്ളത് ഒരു RSS നേതാവ് പരസ്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഗതികേടൊന്നും ഞങ്ങൾക്കൊരു കാലമില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെയുള്ള ഒരു ഡീലിനും ഇല്ല. ഞങ്ങളെല്ലാം സുതാര്യമാണ്. ഒരു വർഗീയതയോടും ഞങ്ങൾക്ക് ബന്ധങ്ങളുണ്ടാകാറില്ല. വിട്ടുവീഴ്ചയില്ലാതെ വർഗീയത എതിർത്ത് പോകുന്ന നിലപാടാണ് ഞങ്ങൾ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഇതേവരെ അതാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയും അത് തന്നെയാണ് സ്വീകരിക്കുക. ആരോപണം തള്ളിയ മുഖ്യമന്ത്രിക്ക് വീണ്ടും മറുപടിയുമായി രമേശ് ചെന്നിത്തല. CPM SDPI ഡീൽ ബന്ധത്തിൽ മുഖ്യമന്ത്രി ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല. SDPIയുമായി പരസ്യ ബാന്ധവമാണെന്നും വ്യക്തമെന്നും എല്ലുള്ള നാക്കുകൊണ്ട് തന്നെയാണ് പ്രതികരിക്കുന്നതെന്നും മുഖ്യമന്ത്രിക്ക് രമേശ് ചെന്നിത്തലയുടെ മറുപടി. CPM SDPI ഡീൽ ആരോപണം മുഖ്യമന്ത്രി തള്ളിയതിനെക്കുറിച്ച് കാസർഗോഡ് അമൃത ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. SDPയുമായിട്ട് പരസ്യമായ ബന്ധമാണ് അവർക്കുള്ളത്. അത് വളരെ വ്യക്തമാണ്. അവരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ആളുകളെ കബളിപ്പിക്കുകയാണ്. ശക്തമായ അടുപ്പവും ബന്ധവും
അവർ വെച്ചു പുലർത്തുന്നു. അവർ തമ്മിൽ രാഷ്ട്രീയ കൂട്ടം. അദ്ദേഹം പറഞ്ഞത് എല്ലില്ലാത്ത നാവുകൊണ്ട് പ്രതികരിച്ചു എന്നാണ്. എല്ലുള്ള നാവ് കൊണ്ട് തന്നെയാണ് പ്രതികരിക്കുന്നത്. എത്ര മണ്ഡലങ്ങളിൽ ഈ SDPയുടെ ഇവരെല്ലാം തമ്മിലുള്ള ബന്ധം കാണുന്നു? എവിടെയെല്ലാം SDPI നിൽക്കുന്നുണ്ടോ അതെല്ലാം ഉണ്ട്. SDPIയുമായി ഒരു നീക്കുപോക്കും CPM ഉണ്ടാക്കിയിട്ടില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. അവരുടെ ശൈലി ജനാധിപത്യ പ്രവർത്തനത്തിന് ഗുണമല്ല. PDP പിന്തുണ അറിയിച്ചിട്ടുണ്ട്. PDPയുടെ പഴയ നിലപാടല്ല ഇപ്പോഴെന്നും അത് മാതിരി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ബേബി പറഞ്ഞു. രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ വീഴ്ചയുണ്ടായാൽ പാർട്ടി നടപടിയെടുക്കാറുണ്ടെന്നും പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയെക്കുറിച്ചുള്ള ആക്ഷേപം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. SDPയുമായി CPIM യാതൊരു നീക്കുപോക്കും ഉണ്ടാക്കിയിട്ടില്ല, ധാരണയും ഉണ്ടാക്കിയിട്ടില്ല. SDPIയും SDPI ഇപ്പോൾ നടത്തുന്ന പ്രവർത്തന ശൈലി ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അനുഗുണമല്ല എന്ന അഭിപ്രായമാണ് CPIMന്റെ നിരീക്ഷണം. ഇത്തരത്തിലുള്ള പാർട്ടികളെല്ലാം അവരുടെ നിലപാടുകൾ തിരുത്തണം. ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തന ശൈലി അവർ സ്വീകരിക്കണം. അവർക്ക് തന്നെ നല്ലതല്ല മറ്റു തരത്തിലുള്ള രീതികൾ പിന്തുടരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിൽ മതരാഷ്ട്രവാദികളാണ്. അപ്പം അങ്ങനല്ല, ആ നിലപാട് ഞങ്ങൾക്കില്ല എന്നാണെങ്കിൽ അതവർ തുറന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം. ഡൽഹിയിലെത്തിയ കെ സുധാകരൻ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. എല്ലാ വെല്ലുവിളികളും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പോരാടിയ കെ സുധാകരൻ യഥാർത്ഥ കോൺഗ്രസ് പോരാളിയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. ജീവിതം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന നേതാവാണ് കെ സുധാകരനെന്നും രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, നിർണായക നീക്കമെന്ന് കരുതാൻ കഴിയുമോ? കുടുംബത്തോടൊപ്പമാണ് കെ സുധാകരൻ ഡൽഹിയിലെത്തുന്നതും AICC അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുന്നതും. രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ ഈ കൂടിക്കാഴ്ച എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? KPCC പ്രസിഡന്റ് ആകും എന്നൊക്കെ സൂചനകളും പുറത്തുവരുന്നു. അശ്വതി, കേരളത്തിൽ കണ്ണൂരിൽ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും പിന്നീട് നേതൃത്വത്തിന് മുൻപിൽ എത്ര സമ്മർദ്ദം ചെലുത്തിയിട്ടും സ്ഥാനാർത്ഥിയാക്കാത്തതോടുകൂടി ഈ പാർട്ടി പ്രചാരണ പരിപാടികളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് ഒരു ഇടഞ്ഞു നിൽക്കുന്ന സ്വഭാവമായിരുന്നു കെ സുധാകരന്റേത്. ഈ ഘട്ടത്തിലാണ് ദേശീയ നേതൃത്വം കെ സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും ഇന്ന് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. ആ കൂടിക്കാഴ്ചയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, KC വേണുഗോപാൽ തുടങ്ങിയിട്ടുള്ള നേതാക്കളും പങ്കെടുത്തു. ആ കൂടിക്കാഴ്ചയിൽ ഒരു അനുനയ നീക്കം ഉണ്ടായി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. പക്ഷേ അശ്വതി ചൂണ്ടിക്കാട്ടിയതുപോലെ ഏത് തരത്തിലാണ് അതിന്റെ അനുനയം ഉണ്ടായിട്ടുള്ളത്, ഏതെങ്കിലും തരത്തിൽ പാർട്ടി സ്ഥാനങ്ങൾ കെ സുധാകരനിലേക്ക് എത്തുമോ എന്നുള്ളതെല്ലാം തന്നെ നോക്കിക്കാണേണ്ടതാണ്. ഏതായാലും 6:30 ശേഷം കെ സുധാകരൻ ഡൽഹിയിൽ മാധ്യമങ്ങൾ കാണുന്നുണ്ട്. മാധ്യമങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിൽ രാഹുൽ ഗാന്ധിയും പാർട്ടിയുടെ ദേശീയ നേതൃത്വവുമായി നടത്തിയ ചർച്ചകളിൽ എന്ത് തീരുമാനം ഉണ്ടായി എന്നത് സംബന്ധിച്ച് ചിലപ്പോൾ കെ സുധാകരന്റെ ഭാഗത്തുനിന്നൊരു പ്രതികരണം ഉണ്ടായേക്കാം. കെ സുധാകരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആ ചിത്രങ്ങൾ രാഹുൽ ഗാന്ധി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പോരാടിയ കെ സുധാകരൻ യഥാർത്ഥ കോൺഗ്രസ് പോരാളിയാണ് എന്നാണ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും കെ സുധാകരനെ അനുനയിപ്പിക്കാൻ ദേശീയ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. അതിന്റെ എന്തെല്ലാം കാര്യങ്ങളാണ് ചർച്ചയായത് എന്നത് സംബന്ധിച്ച് കെ സുധാകരൻ തന്നെ അല്പസമയങ്ങൾക്കകം മാധ്യമങ്ങളെ കാണുമ്പോൾ പ്രതികരിക്കും എന്ന് മനസ്സിലാക്കുന്നു. അശ്വതി. ശരി ജിഷ്ണു, ഡൽഹിയിലെത്തിയ കെ സുധാകരൻ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. കുടുംബാംഗങ്ങളോടൊപ്പമാണ് അദ്ദേഹം ഡൽഹിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. എന്തായാലും 6:30 കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. BJP എവിടെയും അക്കൗണ്ട് തുറക്കില്ലെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ. അതിനുള്ള മുഴുവൻ ശ്രമങ്ങളും UDFന്റെ ഭാഗത്തു നിന്നുമുണ്ടാകും. CPMന്റെയും BJPയുടെയും ഡീൽ എന്തുമാകട്ടെ, കോൺഗ്രസിന്റെ ഡീൽ ജനങ്ങളുമായിട്ടാണെന്നും ശശി തരൂർ പറഞ്ഞു. നേമത്തും പാലക്കാട് ശക്തമായ മത്സരമാണ് ഉണ്ടാകുന്നത്. BJPക്ക് 10 സീറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല, 2-3 സീറ്റ് കിട്ടിയാലായെന്നും ശശി തരൂർ പ്രതികരിച്ചു. ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇതാണ്, അവർ തമ്മിൽ എന്ത് ഡീല് വേണം ചെയ്തോട്ടെ, ഞങ്ങളുടെ ഡീല് ജനങ്ങളുടെ ഒപ്പമാണ്. ഞങ്ങളുടെ ഡീല് ജനങ്ങളുടെ ഒപ്പമാണ്. ജനങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ചിന്ത, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് എന്താ ഭാവിയിൽ വേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ കേരളത്തിൻ്റെ സ്ഥിതി കണ്ടു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഭാവി, എന്തുകൊണ്ടാണ് ഈ സംസ്ഥാനത്തിൻ്റെ യുവാക്കളൊക്കെ ഈ സംസ്ഥാനം വിട്ടിട്ട് പോകുന്നത്? നിങ്ങൾക്കറിയാം കാരണം. അവർക്കിവിടെ തൊഴിലവസരങ്ങളില്ല, വേറെ സാധ്യതകൾ കാണുന്നില്ല. അന്യ സംസ്ഥാനങ്ങളിലോ അന്യ രാജ്യങ്ങളിലോ പോയിട്ടാണ് അവർ ജീവിക്കുന്നത്. നമ്മൾക്ക് കേരളത്തിൽ അവരെ നിലനിർത്താൻ ഇവിടെ ഒരു ഭാവി ഉണ്ടാക്കണം. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. BJP ഒരു 0 സീറ്റ് പാർട്ടി തന്നെയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടി ഇനി 1, 2, 3 അവർക്ക് സാധ്യത ഉണ്ടെങ്കിൽ മത്സരിച്ചിട്ടോട്ടെ. ഞങ്ങളൊക്കെ ശക്തമായി നിൽക്കണ്ടല്ലോ. പക്ഷെ അതും ത്രികോണ മത്സരമാണ്.
തിരഞ്ഞെടുപ്പിൽ സഹായം ആവശ്യപ്പെട്ട് ഒരു RSS നേതാവിനെയും കണ്ടിട്ടില്ലെന്നും RV ബാബുവും മുഖ്യമന്ത്രിയും ഇപ്പോൾ ഒരേ ഭാഗത്ത് നിൽക്കുന്നുവെന്നും VD സതീശൻ. വെള്ളാപ്പള്ളി നടേശൻ തന്നെക്കുറിച്ച് വളരെ മോശമായി പരാമർശങ്ങൾ നടത്തിയിരുന്നു. അദ്ദേഹത്തിന് 90 വയസ്സായി. അദ്ദേഹത്തിനെതിരെ താൻ ഒന്നും പറയാനില്ലെന്നും VD സതീശൻ പറഞ്ഞു. കോൺഗ്രസ് മുഖ്യമന്ത്രി വരുമെന്ന് വെള്ളാപ്പള്ളി സമ്മതിച്ചിട്ടുണ്ടല്ലോ എന്നും VD സതീശൻ തിരിച്ചടിച്ചു. RSS നേതാവിനെ ADGPയെ പറഞ്ഞയച്ചത് കണ്ടത് മുഖ്യമന്ത്രിയാണ്. അടച്ചിട്ട മുറിയിൽ ശ്രീഎമ്മിന്റെ സാന്നിധ്യത്തിൽ RSS നേതാക്കളുമായി ചർച്ച നടത്തിയത്. 1-ാം നമ്പർ കാറ് മാറി വേറെ കാറിൽ വന്ന് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നിങ്ങൾക്കറിയാലോ. ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി നിയമസഭയിൽ ചോദിച്ചില്ലേ, മുഖ്യമന്ത്രി മറുപടി പറഞ്ഞോ? ശ്രീഎമ്മിന്റെ മധ്യസ്ഥതയിൽ മുഖ്യമന്ത്രി RSS നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് ശ്രീഎം വെളിപ്പെടുത്തിയല്ലോ. സ്വന്തം കാര്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. അയ്യപ്പന്റെ സ്വർണം പാർട്ടി നേതാക്കൾ മോഷ്ടിച്ചുവെന്നാണ് കണ്ടെത്തിയതെന്നും എന്നാൽ പ്രതികൾക്ക് പൂർണ്ണമായ സംരക്ഷണം സർക്കാരും പാർട്ടിയും നൽകുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതികൾക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കുന്നില്ല. കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ടാണ് പ്രതികൾ പുറത്തു വന്നതെന്നും VD സതീശൻ പറഞ്ഞു. മന്ത്രിമാരുടെ പേര് പുറത്തു പറയുമെന്ന ഭയമാണോ പാർട്ടിക്കെന്നും സതീശൻ ചോദിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലായ CPM നേതാക്കന്മാർക്കെതിരായി എന്തുകൊണ്ടാണ് അച്ചടക്ക നടപടി പാർട്ടി സ്വീകരിക്കാത്തതെന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും വ്യക്തമാക്കും. കാരണം ഗുരുതരമായ ആരോപണമാണ്. ഹൈക്കോടതി നിയോഗിച്ച SIT ഹൈക്കോടതിയും അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവർ ജാമ്യം തേടിപ്പോയപ്പോൾ ഹൈക്കോടതിയും സുപ്രീം കോടതിയും കർശനമായ ഭാഷയിലാണ് അവർക്ക് ജാമ്യം വിലക്കിയത്. കാരണം ഗുരുതരമായ ആരോപണമാണ് അവർക്കുള്ളത്. അവർ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചുവെന്നും അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റുവെന്നും അതിന് പകരമായി വ്യാജ മോൾഡിൽ ചെമ്പിൽ അതുണ്ടാക്കി തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ള ഗുരുതരമായ ആരോപണം നിലനിൽക്കുകയും നിരവധി ദിവസം ജയിലിൽ കിടക്കുകയും ഈ കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് മാത്രം ജാമ്യം കിട്ടി പുറത്തുവരികയും ചെയ്ത ആളാണ് അവർ. പാലക്കാട് കൗൺസിലർ പ്രശോഭ് വത്സനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. KPCC നിർദ്ദേശപ്രകാരമാണ് നടപടി. ലൈംഗിക പീഡന പരാതിയിലാണ് നടപടി. കഴിഞ്ഞ ദിവസമാണ് പ്രശോഭിനെതിരെ പീഡന പരാതിയുമായി യുവതി രംഗത്തെത്തിയത്. അതേസമയം പീഡന പരാതിയിൽ അന്വേഷണം ആരംഭിച്ച് പോലീസ്. കൗൺസിലറായ പ്രശോഭ് C. വത്സൽ നിലവിൽ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖേന പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയിലാണ് അന്വേഷണം. പരാതിക്കാരിയായ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെളിവായി ദൃശ്യങ്ങൾ കൈമാറുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ദളിത് യുവതി പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലറായ പ്രശോഭ് വത്സനെതിരെ മുഖ്യമന്ത്രിക്ക് ലൈംഗിക പീഡന പരാതി നൽകിയത്. പാലക്കാട് നഗരസഭ 24-ാം വാർഡ് കൗൺസിലറാണ് പ്രശോഭ് വത്സൽ. ജോലി വാഗ്ദാനം ചെയ്ത് പരിചയപ്പെട്ട ശേഷം നിരവധി തവണ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. കേരള രാഷ്ട്രീയത്തിൽ CPMും കോൺഗ്രസും തമ്മിൽ രഹസ്യ ധാരണയെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ. BJPക്കെതിരെ ഉയർന്ന ഡീൽ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ അദ്ദേഹം യഥാർത്ഥ കൂട്ടുകെട്ട് ഇടതു വലത് മുന്നണികൾ തമ്മിലാണെന്നും ആരോപിച്ചു. അമൃത ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് ആവേശം അതിൻ്റെ ഒരു ഉച്ചസ്ഥായിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. കഴക്കൂട്ടം മണ്ഡലം വലിയ ശ്രദ്ധ നേടുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ NDA സ്ഥാനാർത്ഥി V. മുരളീധരൻ ജനവിധി തേടുകയാണ്. ഇത്തവണ ആളുകൾക്ക് നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുകയാണ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ. എങ്ങനെയുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ? വളരെ അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം അതാണ് ജനങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ തവണ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ടുള്ളൊരു വിധിയെഴുത്ത് കഴക്കൂട്ടം മണ്ഡലത്തിലുണ്ടാകും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പൊതുവിൽ ഈ തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു ഡീലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ രാവിലെ കോൺഗ്രസ് ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് CPMും BJPയും തമ്മിൽ ഇവിടെ ഡീലാണ് എന്നുള്ളതാണ്. ആ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? കോൺഗ്രസ്സിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കണം. അപ്പോൾ അതുകൊണ്ട് വാസ്തവത്തിൽ ഈ പറഞ്ഞ ഡീല് CPM കോൺഗ്രസ് തമ്മിലാണ്. ഉദാഹരണത്തിന് പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ സ്ഥിരമായിട്ട് മത്സരിക്കുന്നത് CPI-യാണ്. CPM അവിടെ മത്സരിക്കാറേയില്ല. പറവൂർ മുൻ പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്ന ഹരിപ്പാട് സ്ഥിരമായിട്ട് മത്സരിക്കുന്നത് CPI-യാണ്. അവിടെ ഒരിക്കലും CPM മത്സരിക്കാറില്ല. മറ്റു പല മണ്ഡലങ്ങളും സ്ഥിരമായിട്ട് തോൽക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ CPM തിരിച്ചെടുക്കുമ്പോഴും ഈ രണ്ട് മണ്ഡലവും തിരിച്ചെടുക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ വാസ്തവത്തിൽ ഡീൽ ആര് തമ്മിലാണെന്നുള്ളത് വളരെ വ്യക്തമാണ്.
പ്രധാനമായും ഏതൊക്കെ വിഷയങ്ങൾ ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേങ്കിൽ ശബരിമല ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഈ ഒരു മണ്ഡലത്തിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വരുന്നൊരു സാഹചര്യം കൂടിയില്ല. എങ്ങനെയായിരുന്നു ആ വിഷയങ്ങളൊക്കെ ഏതൊക്കെയാണ്? അല്ല, ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമല ഈ മണ്ഡലത്തിൽ നിന്ന് മാത്രമല്ല കേരളം മുഴുവൻ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളവും ക്ഷേത്രവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും അങ്ങേയറ്റം വേദനയുണ്ടാക്കിയ ഒരു സംഭവമാണ്. അതിൻ്റെ പേരിലുള്ള ഒരു അമർഷം ജനങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതിന് കൂട്ടുനിന്ന ഒരു സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഈശ്വരവിശ്വാസികളും ക്ഷേത്രവിശ്വാസികളുമായിട്ടുള്ള ആളുകൾ അവരുടെ വേദന തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കും. ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും ഇനിയിപ്പോൾ ഈ അവസാന സമയത്തേക്ക് എത്തും എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടല്ലോ. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് വരാനുള്ള സാധ്യതകളുണ്ടോ? അല്ല, തിരുവനന്തപുരത്ത് 4-ാം തീയതി പ്രധാനമന്ത്രി എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. അതിൻ്റെ ബാക്കി വിശദാംശങ്ങൾ വന്നിട്ടില്ല. എന്തായാലും ആളുകൾക്ക് വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഇത്തവണ. തീർച്ചയായിട്ടും ജനങ്ങൾ മുഴുവൻ കേരളത്തിലൊരു മാറ്റമുണ്ടാകാനുള്ളൊരു സാധ്യത പ്രതീക്ഷയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുക. തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് NDA ക്യാമ്പ് ഇവിടെയും ഉള്ളത്. എന്തായാലും ജനങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് NDA പങ്കുവയ്ക്കുന്ന ഒരു അനുഭവം, വിശ്വാസം എന്ന് പറയുന്നത്. ക്യാമറ പേഴ്സൺ ജോസിനൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ചെങ്ങന്നൂരിൽ LDF വിജയം ഉറപ്പെന്ന മന്ത്രി സജി ചെറിയാൻ. കഴിഞ്ഞ തവണ വിജയിച്ച ജില്ലയിലെ 8 മണ്ഡലങ്ങളിലും LDF ഇക്കുറിയും വിജയിക്കും. ഹരിപ്പാട് പിടിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്നും ജില്ലയുടെ ചാർജുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ സജി ചെറിയാൻ അമൃത ന്യൂസിനോട് പറഞ്ഞു. ചെങ്ങന്നൂരിൻ്റെ വികസന തുടർച്ചയ്ക്ക് ചെങ്ങന്നൂർ ജനതയുടെ ഹൃദയം തൊട്ടറിഞ്ഞ നേതാവ് സജി ചെറിയാനാണ് ഇത്തവണയും LDF ഈ മണ്ഡലത്തിൽ അവതരിപ്പിക്കുന്നത്. സജി ചെറിയാൻ ഇപ്പോൾ അമൃത ന്യൂസിനൊപ്പം ചേരുന്നു. സഖാവ്, എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു പ്രവർത്തനം? ഇപ്പം കുറഞ്ഞ സമയമേ ഉള്ളൂ, വികസനം തന്നെയാണ് പ്രധാനമായും നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഇത് കുറച്ച് സമയമല്ല, കഴിഞ്ഞ 8 വർഷമായി തുടർച്ചയായി പ്രവർത്തിക്കുകയല്ലേ. അതല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള സമയം സമയം കുറവാണെങ്കിലും പുതിയതായി പരിചയപ്പെടുത്തേണ്ട വിഷയമില്ല. കാരണം 8 വർഷമായി ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്ത് അടുത്ത 5 വർഷം നമ്മൾ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തത് നല്ല വിശ്വാസം ജനങ്ങൾക്ക് നമ്മളോടുണ്ട്. കാരണം സാധാരണ വ്യത്യസ്തമായി ഒരു തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയും അത് നടപ്പാക്കിയെടുക്കുന്നതിന് നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുക, ആ ഒരു ജോലിയാണ് MLA എന്നുള്ള നിലയിൽ ഞാൻ ഈ മണ്ഡലത്തിൽ ചെയ്തത്. ഇതിലേത് മുക്കിനും മൂലയ്ക്ക് ചെന്നാലും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഒരു വികസന സ്പർശം ഏൽക്കാത്ത ഒരു സ്ഥലമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്ക് വിശ്വാസമുണ്ട്, നല്ല ആത്മവിശ്വാസം എനിക്കുണ്ട്, ജനങ്ങൾക്ക് എന്നേക്കാൾ ആത്മവിശ്വാസമുണ്ട്. ഒരു ടൈം കൂടി ഇടതുപക്ഷ മുന്നണി ഭരണത്തിൽ വരികയും ഈ മണ്ഡലം ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി വിധി എഴുതുകയും ചെയ്യണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. മണ്ഡലത്തിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ നടത്തിയിട്ടുള്ള വികസന കാര്യങ്ങളെല്ലാം തന്നെ. മറ്റൊന്ന്, BJP പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്നത് അവരുടെ കുറേ നയങ്ങൾ, അവരുടെ രാഷ്ട്രീയമൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത്. അതൊരു തെരഞ്ഞെടുപ്പിലൊരു ഇതാകാൻ സാധ്യതയുണ്ടോ? ഇവിടെ നമ്മൾ നടപ്പാക്കിയ വികസനം എന്ന് പറഞ്ഞാൽ 10 വർഷം മുമ്പ് കേരളത്തിലെ ഏറ്റവും പിന്നിൽ കിടന്നൊരു മണ്ഡലമാണ്. നല്ല റോഡുകളൊന്നുമില്ല, പാലമില്ല, സ്കൂൾ കെട്ടിടമില്ല, സർക്കാർ ഓഫീസിലൊന്നുമില്ല. വളരെ പിന്നോക്കമെന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു എല്ലാം നശിച്ച ഒരു ഗ്രാമമെന്ന് വേണേൽ പറയാം. എല്ലാം നശിച്ചൊരു ഗ്രാമം. അതിൽ നിന്ന് മാറി എല്ലാം നേടിയ ഒരു നാടായി ചെങ്ങന്നൂരിനെ ഉയർത്തി. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസിത മണ്ഡലം ഒന്ന് എടുത്താൽ അതൊന്ന് ചെങ്ങന്നൂരായിരിക്കും. ആ മാറ്റമാണ് ജനങ്ങൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ മാറാൻ പറ്റും എന്ന് ഞങ്ങൾ തെളിയിച്ചു കൊടുത്തു. സ്വാഭാവികമായിട്ടും അത് തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. കൂടുതൽ ഫലപ്രദമായ പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളിൽ ഇനിയും സ്പർശിക്കാനുണ്ട്. തൊഴിൽ മേഖല, പുതിയ സംരംഭങ്ങൾ വരണം, ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കണം, കൂടുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരണം, അല്ല ഹൈടെക് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് ഉണ്ടാകണം. അപ്പോൾ ആ തരത്തിലേക്ക് കേരളത്തെ മാറ്റാൻ, ചെങ്ങന്നൂരിനെ മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു കാലത്ത് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ BJP ഇവിടെ ഒരു രാഷ്ട്രീയ ശക്തിയൊക്കെയാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് പറ്റിയ ഒരു സ്വാധീനം അവർക്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കോൺഗ്രസും BJP UDF ഏതാണ്ട് തുല്യ ശക്തികളായിട്ട് ഈ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്ര തന്നെ എൻ്റെ കാര്യമുള്ളൂ. ജില്ലയുടെ ചാർജുള്ള സംസ്ഥാന സെക്രട്ടറി അംഗം കൂടിയാണ്. അപ്പം G. സുധാകരൻ്റെ ഒരു നിലപാടും അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളും ജില്ലയിലൊരു പ്രകമ്പനം സൃഷ്ടിക്കാൻ സാധിക്കും. അല്ല, അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളൊന്നും ഇനി മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് പോയി, അതെല്ലാം കഴിഞ്ഞ അദ്ദേഹങ്ങളാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു. ആ രാഷ്ട്രീയത്തിന് വേണ്ടി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് രാഷ്ട്രീയമായി മറുപടി പറയേണ്ടത് പാർട്ടി നേതൃത്വം മറുപടി പറയുകയും ചെയ്യും. വ്യക്തിപരമായി പറയേണ്ട കാര്യമല്ല.
പിന്നെ അദ്ദേഹം പോയതുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ CPM എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മികച്ച വിജയം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ കാലത്തുണ്ടായ വിജയം ആവർത്തിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യം 8 മണ്ഡലമായിരുന്നു. ആ 8 മണ്ഡലം ഉറപ്പായി ജയിക്കും. ഹരിപ്പാട് പിടിച്ചെടുക്കുന്നതിനുള്ള നല്ല ശ്രമം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതും ഞങ്ങൾ സാധ്യമാക്കാനാണ് സാധ്യത. പ്രളയകാലത്തുൾപ്പെടെ ചെങ്ങന്നൂരിലെ ജനതയെ ചേർത്ത് പിടിച്ച നേതാവ് കൂടിയാണ് സജി ചെറിയാൻ. അതുകൊണ്ട് തന്നെ വികസന തുടർച്ച ഈ മണ്ഡലത്തിൽ സുനിശ്ചിതമാണ് എന്ന് തന്നെയാണ് സജി ചെറിയാനും പറയാനുള്ളത്. ചെങ്ങന്നൂരിൽ നിന്നും ആദർശനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്. സൗജന്യ യാത്രയൊരുക്കിയ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ ബസ് യാത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന പരാതിയെ തുടർന്നാണ് യാത്ര തടഞ്ഞത്. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയായ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ മാതൃകയിലാണ് സ്വകാര്യ ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കിയത്. സ്ഥാനാർത്ഥിയും യാത്രയിൽ പങ്കെടുത്തിരുന്നു. ചിറയൻകീഴ് UDF സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് സ്ത്രീകൾക്കായി ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പോസ്റ്ററുകൾ പതിപ്പിച്ച് സൗജന്യ ബസ് യാത്ര സംഘടിപ്പിച്ചത്. ബെല്ലടിച്ച് ഉദ്ഘാടനം നിർവഹിച്ച് സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസും ബസ്സിലൊപ്പം കൂടി. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ഒരു വാഗ്ദാനമായിരുന്നു സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്നത്. അതിന്റെ ഒരു ട്രയൽ എന്നോണമാണ് യാത്ര സംഘടിപ്പിച്ചത്. അമ്മമാർക്കാണ് വീട്ടുപണിക്ക് പോകുന്ന ടെക്സ്റ്റൈൽ ഷോപ്പിൽ കാലത്ത് പോയി രാത്രി വരെ നിന്ന് പണിയെടുക്കുന്ന അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു തുക പോകുന്നത് ബസ്സിന്റെ കൂലി കൊടുക്കാനാണ്. ആ ബസ്സിന്റെ കൂലി പിടിക്കാൻ സ്ത്രീകൾക്ക് കഴിയും UDFന്റെ സർക്കാർ മെയ് 4-ാം തീയതി വരുമ്പോൾ. ലൈൻ ബസ്സിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികൾ സ്ഥാപിച്ചായിരുന്നു യാത്ര. സൗജന്യ യാത്രയൊരുക്കിയത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണെന്ന പരാതിയെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ എത്തി യാത്ര തടയുകയായിരുന്നു. ഒട്ടിച്ചിരുന്ന സ്റ്റിക്കറുകൾ മാറ്റാനും ആവശ്യപ്പെട്ടു. മഹിളാ കോൺഗ്രസിന്റെ ഭാഗമായി നടത്തിയ യാത്രയിൽ സ്ഥാനാർത്ഥി പങ്കെടുക്കുക മാത്രമാണ് ചെയ്തതെന്ന് പ്രവർത്തകർ പറഞ്ഞു. മഹിളാ കോൺഗ്രസിന്റെ പരിപാടിയാണ്. അപ്പോൾ മഹിളാ കോൺഗ്രസിൻ്റെ പരിപാടിയിൽ സ്ഥാനാർത്ഥിക്ക് കയറുന്നതിൽ എന്താ കുഴപ്പം? ഒരു ഓടിക്കൊണ്ടിരുന്ന മറ്റ് ബസ്സിലല്ലല്ലോ, മറ്റ് സർവീസ് പോയിക്കൊണ്ടിരുന്ന ഒരു ബസ്സിൽ കയറിയല്ല സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചത്. മഹിളാ കോൺഗ്രസ്സുകാരിരുന്നതും അതിലിരുന്നുകൊണ്ട് അവർ വെളിയിലോട്ട് കൈ കാണിച്ച് ടാറ്റ പറഞ്ഞു പോകുന്ന എല്ലാം ചെയ്തില്ലല്ലോ. അപ്പോൾ അതിനകത്ത് മഹിളാ കോൺഗ്രസിൻ്റെ പാർട്ടി പരിപാടിയിലായതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ബസ് എടുത്തത്. മറ്റേ ട്രിപ്പ് എടുക്കാണ്ട് അവർ ഓണറെ കണ്ട് ബസ് എടുക്കുകയാണ് ചെയ്തത്. തുടർ നടപടികൾ ഉണ്ടാകുകയാണെങ്കിൽ അത് നേരിടാനാണ് പ്രവർത്തകരുടെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പോറ്റിയെ കയറ്റിയെ പാടി പ്രചാരണം നടത്തിയ റാന്നിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പഴകുളം മധുവിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. പാരടിക്കെതിരെ നേരത്തെ പരാതി നൽകിയ പ്രസാദ് കുഴിക്കാലയാണ് പരാതിക്കാരൻ. ശബരിമല നിലകൊള്ളുന്ന റാന്നി മണ്ഡലത്തിൽ മതവികാരം വ്രണപ്പെടുത്തുന്നുവെന്ന് പരാതിക്കാരൻ ആരോപിക്കുന്നു. തിരുവാഭരണ പാത സംരക്ഷണ സമിതി സെക്രട്ടറിയാണ് പ്രസാദ് കുഴിക്കാല. തനിക്കെതിരായ പരാതിക്ക് പിന്നിൽ CPM-ഉം ഇടത് സ്ഥാനാർത്ഥിയുമെന്ന് പഴകുളം മധു. സ്വർണ്ണക്കൊള്ള ഇനിയും ഉന്നയിക്കും, ഇനിയും പാടും. ഒരു മതവികാരവും വ്രണപ്പെടുത്തിയിട്ടില്ല. നേരത്തെയും പാട്ടിനെതിരെ പ്രസാദ് കുഴിക്കാല പരാതി കൊടുത്തത് CPM പറഞ്ഞിട്ടെന്നും പഴകുളം മധു ആരോപിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേരിടുന്ന തിരിച്ചടി, ജനങ്ങളുടെ പ്രതികരണം കൊണ്ട് അവർ നിരാശരായിരിക്കുന്നു. അപ്പൊ എന്നെ തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ കുടുക്കി എന്നെ തെരഞ്ഞെടുപ്പ് മത്സരരംഗത്ത് നിന്നും മാറ്റി നിർത്താനുള്ള ഗൂഢശ്രമമാണ് ഇടതുമുന്നണിയും അവരുടെ സ്ഥാനാർത്ഥിയും CPM പാർട്ടിയും ഒക്കെ കൂടി നടത്തുന്ന ഒരു ഗൂഢതന്ത്രമാണ്. ഞാൻ ഒരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനവും നടത്തിയിട്ടില്ല. ഞാൻ ഈ ജില്ലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്. എനിക്ക് നിയമങ്ങൾ അറിയാം, മതചിഹ്നങ്ങൾ അറിയാം, ഉത്തമ ബോധ്യമുണ്ട്. ഞാൻ ഒരു മതചിഹ്നവും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ എന്നെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനക്കാരൻ എന്ന് പറഞ്ഞ് എന്നെ എവിടെയെങ്കിലും കൊടുക്കാമോ? എന്നെ ഈ നിങ്ങൾ കണ്ടില്ലേ ഈ ജനങ്ങളെ, ഇവരെല്ലാം എന്നോടൊപ്പമുണ്ട്. ഈ ജനങ്ങളിൽ നിന്നും എന്നെ മാറ്റി നിർത്താൻ ഒരു ശക്തിക്കും കഴിയില്ല. ഈ തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നും എന്നെ ഒഴിവാക്കാൻ ഒരാൾക്കും കഴിയില്ല. ഞങ്ങളുടെ യുദ്ധം, ഞങ്ങളുടെ മുന്നേറ്റം നിർഭയമായി മുന്നോട്ട് പോകും. ഇത് CPM-ന്റെ ഒരു വൃഥാമോഹമാണ്. പ്രസാദ് കുഴിക്കാല നേരത്തെയും കേസ് കൊടുത്തത് CPM പറഞ്ഞിട്ടാണ്. ബഹുമാനപ്പെട്ട കോടതി അത് അംഗീകരിച്ചില്ല. വയനാട് ദുരന്ത ബാധിതർക്കായി പിരിച്ച പണത്തിന്റെ കണക്ക് VD സതീശനും സണ്ണി ജോസഫും മറച്ചുവെച്ചുവെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്. സത്യവാങ്മൂലത്തിലും കണക്കുകൾ കാണിച്ചില്ല. വാഗ്ദാനങ്ങൾ നൽകി മുന്നണി ജനങ്ങളെ പറ്റിക്കുകയായിരുന്നുവെന്നും വസീഫ് കോഴിക്കോട് പറഞ്ഞു. എവിടെ കോൺഗ്രസ് പിരിച്ച പണം, എവിടെ കോൺഗ്രസിന്റെ ആപ്പ്, എവിടെ വീട് എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നമ്മളോടൊക്കെ പറഞ്ഞത് വളരെ വ്യക്തമായി. അദ്ദേഹം സാധാരണ പറയുന്നത് പോലെ തന്നെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകം, അത് കേട്ട് കാണും. എൻ്റെയും KPCC പ്രസിഡന്റിൻ്റെയും ജോയിന്റ് അക്കൗണ്ടിൽ
വയനാട്ടിലെ ദുരന്തബാധിതരെ, ആ പാവപ്പെട്ട മനുഷ്യരെ, അവരെ മുൻനിർത്തി പിരിച്ച പണം, ആ ദുരന്തബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ കോൺഗ്രസ് കമ്മിറ്റി പിരിച്ച പണം. വരും മണിക്കൂറിൽ പത്തനംതിട്ട, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം കടുപ്പിച്ച് ഇറാൻ. അബുദാബിയിലേക്ക് ഇറാന്റെ ബാലസ്റ്റിക് മിസൈൽ ആക്രമണം, 5 ഇന്ത്യക്കാർക്ക് പരിക്ക്. റിയാദിലേക്കുള്ള മിസൈൽ ആക്രമണം തകർത്ത് സൗദി അറേബ്യ. സൗദി സുൽത്താൻ എയർബേസിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 12 അമേരിക്കക്കാർക്ക് ഗുരുതര പരിക്കേറ്റു. അബുദാബി പ്രത്യേക സാമ്പത്തിക മേഖലയായ കെസാദിൽ മിസൈൽ ആക്രമണ ശ്രമത്തെ തുടർന്ന് 5 ഇന്ത്യക്കാർക്കാണ് പരിക്കേറ്റത്. അബുദാബി മീഡിയ ഓഫീസാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. അബുദാബിയിലെ പ്രധാനപ്പെട്ട പ്രത്യേക സാമ്പത്തിക മേഖലയാണ് ഖലീഫ എക്കണോമിക് സോൺ എന്ന കെസാദ്. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണ ശ്രമം പ്രതിരോധിച്ചതിന് പിന്നാലെ അവശിഷ്ടങ്ങൾ വീണ് 2 തീപിടുത്തമുണ്ടായി. പരിക്കേറ്റവരുടെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. ഇറാൻ, ഇസ്രായേൽ, US യുദ്ധത്തിൽ പങ്കാളികളല്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയതിനു ശേഷവും GCC രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണ ശ്രമങ്ങൾ തുടരുകയാണ്. ഇന്നലെ UAEക്ക് നേരെ 6 ബാലിസ്റ്റിക് മിസൈലുകളും 9 ഡ്രോണുകളും ഇറാൻ പ്രയോഗിച്ചിരുന്നു. സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 12 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റു. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമെന്നും US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെ അമേരിക്കൻ സൈന്യത്തിലെ 300-ലേറെ സൈനികർക്കാണ് പരിക്കേറ്റത്. 13 US സൈനികരുടെ ജീവനാണ് സംഘർഷത്തിൽ നഷ്ടമായത്. അതേസമയം യമനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈൽ തിരിച്ചറിഞ്ഞതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഇറാന് നേരെയുള്ള ആക്രമണം തുടർന്നാൽ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുമെന്ന് ഹൂതി വക്താവ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെ വൻ മിസൈൽ ആക്രമണം ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ല എന്ന ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ ലംഘിച്ചുകൊണ്ടാണ് ഇറാനിലെ അറക് ബഷർ ആണവ നിലയങ്ങളും ജനവാസ മേഖലകളും ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. അതേസമയം ഇറാനിലെ സൈനിക നടപടി ദിവസങ്ങൾക്കുള്ളിൽ അവസാനിക്കുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചു. ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ലെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉറപ്പ് ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം നടത്തിയത്. ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളായ അറക് ബഷർ ഉൾപ്പെടെയുള്ള 2 ആണവ നിലയങ്ങൾക്കും 2 വൻകിട സ്റ്റീൽ പ്ലാന്റുകൾക്കും നേരെയാണ് ആക്രമണമുണ്ടായത്. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴാണ് പശ്ചിമേഷ്യയെ ഭീതിയിലാക്കിക്കൊണ്ട് ഇസ്രായേൽ അപ്രതീക്ഷിത വ്യോമാക്രമണം നടത്തിയത്. ഏപ്രിൽ 6 വരെ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്നായിരുന്നു ട്രംപിന്റെ ഉറപ്പ്. ആണവായുധങ്ങൾക്ക് ആവശ്യമായ പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന കേന്ദ്രമാണ് അറാഖിലെ പ്ലാന്റ് എന്നും ലോകത്തിന് ഭീഷണിയായ ഇറാന്റെ ആണവ പദ്ധതിയെ തടയുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. അതേസമയം ആക്രമണത്തിൽ ആണവ കേന്ദ്രത്തിൽ ആണവ വികിരണ ഭീഷണിയോ ആളപായമോ ഇല്ല എന്നാണ് ഇറാനിയൻ ആറ്റോമിക് എനർജി ഓർഗനൈസേഷന്റെ പ്രാഥമിക നിഗമനം. ഇസ്രായേൽ ആക്രമണത്തിന് കനത്ത തിരിച്ചടിക്ക് ഇറാൻ തയ്യാറെടുക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും പ്രതികരിച്ചു. ഇസ്രായേലിന് പുറമെ സൗദിയിലെ അമേരിക്കൻ കേന്ദ്രമായ പ്രിൻസ് സുൽത്താൻ എയർബേസും ടാങ്കർ വിമാനങ്ങളും ഇറാൻ ലക്ഷ്യമിടുന്നതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇറാനുമായി ഈ ആഴ്ച തന്നെ കൂടിക്കാഴ്ച നടത്താനാകുമെന്നും മുന്നോട്ട് വച്ചിട്ടുള്ള 15 കരാറിൽ ഇറാൻ ഒപ്പുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു. എന്നാൽ ഇറാനിലെ സൈനിക നടപടികൾ മാസങ്ങളല്ല ആഴ്ചകൾക്കുള്ളിൽ അവസാനിപ്പിക്കുമെന്ന് G7 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രതികരിച്ചു. ഇറാനിലേക്ക് കരസേനയെ അയക്കാതെ തന്നെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി ഇന്ത്യയുടെ 2 വ്യാപാര കപ്പലുകൾ കൂടി ഹോർമൂസ് കടലിടുക്ക് കടന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കും. കൂടുതൽ കപ്പലുകൾ ഉടൻ എത്തുമെന്നാണ് പ്രതീക്ഷയെന്നും നാവികസേന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെ 5 സൗഹൃദ രാജ്യങ്ങൾക്ക് ഹോർമൂസ് കടലിടുക്ക് വഴി ചരക്ക് നീക്കത്തിന് ഇറാൻ അനുമതി നൽകിയിരുന്നു.
സഹകരണ വകുപ്പിലെ പൊതു സോഫ്റ്റ്വെയർ നിർമ്മാണത്തിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേട് വീണ്ടും ആരോപിച്ച് രമേശ് ചെന്നിത്തല 4-ൽ 1 തുക കോട്ട് ചെയ്ത കമ്പനിയെ ഒഴിവാക്കി ടെൻഡർ ദിനേശ് PD സഹകരണ സംഘത്തിന് നൽകിയതിൽ ദുരുദ്ദേശമെന്ന് ആരോപണം. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപണങ്ങൾ തള്ളുന്നു. സഹകരണ വകുപ്പിന്റെ കോമൺ സോഫ്റ്റ്വെയർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 700 കോടി രൂപയുടെ അഴിമതിക്ക് നീക്കമുണ്ടെന്നാണ് രമേശ് ചെന്നിത്തല ആവർത്തിക്കുന്നത്. 4-ൽ 1 തുക കോട്ട് ചെയ്ത കമ്പനിയെ ഒഴിവാക്കി ടെൻഡർ ദിനേശ് PD സഹകരണ സംഘത്തിന് നൽകിയതിൽ ദുരുദ്ദേശമെന്നാണ് ആരോപണം. കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള 2 സൊസൈറ്റികൾക്ക് മാത്രം പങ്കെടുക്കാവുന്ന വിധത്തിൽ മാനദണ്ഡം പുതുക്കുകയായിരുന്നു. രജിസ്ട്രാറും മന്ത്രിയും തമ്മിൽ കള്ളക്കളിയെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളെ 700 കോടി രൂപയിലധികം നഷ്ടം വരുന്ന തരത്തിലാണ് ഈ പദ്ധതി ഇപ്പോൾ നടപ്പാക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആർക്ക് കൊടുക്കാനാണ്? ഉരുളാളും കല്ല് കൊടുത്ത പോലെ ദിനേശ് PD സഹകരണ സംഘത്തിന് ഇത് മുഴുവൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ സഹകരണ മേഖലയെ പരിപൂർണമായി CPMന്റെ നിയന്ത്രണത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുടെ ആസൂത്രണമായിരുന്നു ഇവിടെ നടന്നത്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപണങ്ങൾ തള്ളി. അഴിമതി എന്ന നിലയിൽ വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ നുണയായി പ്രചരിപ്പിക്കാൻ രമേശ് ചെന്നിത്തല മത്സരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നത് അവരുടെ അജണ്ട നടപ്പാക്കുന്നതിന് തുല്യമെന്നും പിണറായി വിജയൻ പറഞ്ഞു. സഹകരണ സംഘങ്ങൾക്ക് പൊതുവായ സോഫ്റ്റ്വെയർ നടപ്പാക്കാൻ 2021 തന്നെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. 2024 ഏകപക്ഷീയമായി TCS പിന്മാറുകയായിരുന്നു. നടപടികളെല്ലാം സുതാര്യമായിട്ടാണ് നടന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്രയെല്ലാം സുതാര്യമായി നടന്ന ഒരു കാര്യത്തിലാണ് അഴിമതി ആരോപണമായിട്ട് വരുന്നത്. അപ്പോൾ ആരോപണം ഉന്നയിക്കുക, അതുമാത്രമാണ് ഉദ്ദേശം. എല്ലാം സുതാര്യമായി നടന്നതാണ്. ഈ ആരോപണത്തിൽ ഒരു വസ്തുതയും ഇല്ലാത്തതുമാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോയിഡയിലെ ജവാറിൽ അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യൻ സംഘർഷം ഉയർത്തുന്ന വെല്ലുവിളികൾ ജനങ്ങളെ ബാധിക്കാതിരിക്കാൻ സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ തലസ്ഥാന മേഖലയിൽ ഉൾപ്പെടുന്ന നോയിഡയിലെ ജവാർ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നിലവിൽ പ്രതിവർഷം 12 ദശലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാനാകുന്ന വിമാനത്താവളം യാത്രകൾക്കും ചരക്ക് നീക്കത്തിനും ഒരുപോലെ വേഗം പകരും. രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് പദ്ധതികളിലൊന്നാണ് നോയിഡ വിമാനത്താവളമെന്ന് ചടങ്ങിൽ പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മുടെ രാജ്യം കുതിക്കുകയാണ്. 140 കോടി ജനങ്ങളുടെയും പരിശ്രമം അതിനാവശ്യമാണെന്നും പശ്ചിമേഷ്യൻ സംഘർഷമുയർത്തുന്ന വെല്ലുവിളികൾ ജനങ്ങളെ ബാധിക്കാതിരിക്കാൻ സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. अभी आधा काम हुआ है. मैंने सिर्फ वो पर्दा हटाया है, लेकिन मैं आज चाहता हूं इस एयरपोर्ट का उद्घाटन यहां जो भी उपस्थित है പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ ഏകദേശം 11,200 കോടി രൂപയുടെ നിക്ഷേപത്തിലാണ് വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയത്. UP ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ സമ്മർ ബമ്പർ നറുക്കെടുപ്പിൽ 10 കോടി രൂപയുടെ ഒന്നാം സമ്മാനം SB 517026 എന്ന നമ്പർ ടിക്കറ്റിന് ലഭിച്ചു. പാലക്കാട് ജില്ലയിലെ ഏജന്റ് മധുസൂദനനാണ് ഒന്നാം സമ്മാനാർഹമായ ടിക്കറ്റ് വിറ്റത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ സമ്മർ ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനാർഹമായ ടിക്കറ്റ് വിറ്റത് പാലക്കാട് ജില്ലയിൽ. SB 517026 എന്ന ടിക്കറ്റിനാണ് ബമ്പറടിച്ചത്. ഇതേ നമ്പർ വരുന്ന മറ്റ് 5 പരമ്പരകൾക്ക് 1 ലക്ഷം രൂപ വീതം സമാശ്വാസ സമ്മാനം ലഭിക്കും. 1 കോടി രൂപയുടെ രണ്ടാം സമ്മാനം SC 660573 എന്ന ടിക്കറ്റിനാണ് ലഭിച്ചത്. പാലക്കാട് ജില്ലയിലെ ഏജന്റായ ഫർസാനയാണ് രണ്ടാം സമ്മാനാർഹമായ ടിക്കറ്റ് വിറ്റത്. ഇത്തവണ 41,73,410 ബമ്പർ ടിക്കറ്റുകൾ വിറ്റഴിച്ചു. കഴിഞ്ഞ വർഷം 36 ലക്ഷം സമ്മർ ബമ്പർ ടിക്കറ്റുകളാണ് വിറ്റത്. ആ റെക്കോർഡാണ് ഇത്തവണ മറികടന്നത്. ആകെ 42 ലക്ഷം ടിക്കറ്റുകളാണ് അച്ചടിച്ചത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്. 11,96,220 ടിക്കറ്റുകളാണ് ഇവിടെ വിറ്റഴിച്ചത്. തൃശൂരിൽ 4,33,320 ടിക്കറ്റുകളും തിരുവനന്തപുരത്ത് 4,28,750 ടിക്കറ്റുകളും വിറ്റഴിച്ചു.
സമ്മർ ബമ്പർ മൂന്നാം സമ്മാനമായി 5 ലക്ഷം രൂപ വീതം ഓരോ പരമ്പരയിലും 2 എണ്ണം വെച്ച് 12 പേർക്കും, 4ാം സമ്മാനമായി 1 ലക്ഷം രൂപ വീതം സമ്മാനാർഹമായ അവസാന 5 അക്കം വരുന്ന ടിക്കറ്റുകൾക്കും ലഭിക്കും. കൂടാതെ 5000, 2000, 1000, 500, 250 രൂപ വീതം സമ്മാനങ്ങളും സമ്മർ ബമ്പർ ഭാഗ്യക്കുറിയിലൂടെ ഭാഗ്യശാലികൾക്ക് ലഭിക്കും. 250 രൂപയായിരുന്നു ടിക്കറ്റ് വില. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ MG റോഡിൽ ഫുട്പാത്തിൽ കാൽനട യാത്രക്കാർക്ക് തടസ്സമാകുന്ന രീതിയിൽ പാർക്ക് ചെയ്ത തൃശൂർ കോർപ്പറേഷൻ വാഹനത്തിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തു. തൃശൂർ നഗരത്തിലെ അനധികൃത പാർക്കിംഗ് പിടികൂടുന്നതിനായി പെട്രോളിംഗ് നടത്തിവന്നിരുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജുവും സംഘവുമാണ് നിയമലംഘനം കണ്ടെത്തിയത്. കോഴിക്കോട് ഈസ്റ്റ് നടക്കാവിൽ 797.4 ഗ്രാം കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പുതിയങ്ങാടി സ്വദേശി ജനീഷാണ് പിടിയിലായത്. ഇന്നലെ രാത്രി പെട്രോളിങ്ങിനിടെ പോലീസിനെ കണ്ട് ഓടിപ്പോകാൻ ശ്രമിച്ച യുവാവിനെ തടഞ്ഞുവെച്ച് പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് പിടികൂടിയത്. രാജ്യത്തിന്റെ ചാന്ദ്ര ബഹിരാകാശ ദൗത്യങ്ങൾ കുട്ടികളുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന ഇന്ത്യൻ വായുസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനും ബഹിരാകാശ യാത്രികനുമായ ശുഭാംശു ശുക്ല പറഞ്ഞു. ഈ ദൗത്യം നമ്മുടെ സ്വപ്നമാണെന്നും വിദ്യാർത്ഥികൾ രാജ്യത്തിന്റെ ഇത്തരം ദൗത്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ബഹിരാകാശത്തിലെ ഇന്ത്യ, സുശക്ത ഇന്ത്യ, വികസിത ഭാരതത്തിനായുള്ള യുവജന വീക്ഷണം എന്ന വിഷയത്തിൽ തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. IPL 19ാം സീസണിന് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. വീറും വാശിയും നിറഞ്ഞ മത്സരത്തിന് 10 ടീമുകൾ മാറ്റുരയ്ക്കുന്ന IPL പോരാട്ടത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ഈ ആവേശം വാനോളം ഉയരാൻ ഇനി കേവലം മണിക്കൂറുകൾ മാത്രമാണുള്ളത്. 19ാം സീസണിന് തുടക്കം കുറിക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സ്വന്തം തട്ടകത്തിൽ നേരിടുന്നതോടെയാണ്. പിന്നാലെ ഓരോ ടീമുകളായി കളത്തിലെത്തും. എല്ലാവരുടെയും ലക്ഷ്യം കിരീടം മാത്രം. നായകൻ രജത് പട്ടിദാറിന്റെ കീഴിൽ വിരാട് കോഹ്ലിയും ഫിൽസോൾട്ടും ദേവ്ദത്ത് പടിക്കലും ഭുവനേശ്വർ കുമാറും അടങ്ങുന്ന ശക്തമായ നിരയുമായാണ് ബംഗളൂരു കളം നിറയുന്നത്. മറുവശത്ത് പുതിയ നായകൻ ഇഷാൻ കിഷന് കീഴിലെത്തുന്ന സൺറൈസേഴ്സും വിജയത്തോടെ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ട്രാവിസ് ഹെഡ്, ഹെൻറിച്ച് ക്ലാസൻ, അഭിഷേക് ശർമ്മ എന്നിവരടങ്ങുന്ന സ്ഫോടനാത്മകമായ ബാറ്റിംഗ് നിര ഹൈദരാബാദിന് വലിയ ആത്മവിശ്വാസം നൽകുന്നു. ചിന്നസ്വാമി സ്റ്റേഡിയം വീണ്ടും ഒരു IPL സീസണ് സാക്ഷ്യം വഹിക്കുമ്പോൾ പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങുകൾ ഇത്തവണ ഉണ്ടാകില്ല. കഴിഞ്ഞ സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ചരിത്രപരമായ കിരീട വിജയത്തിന് പിന്നാലെ നഗരത്തിൽ നടന്ന വിജയാഘോഷങ്ങൾക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് ആരാധകർക്ക് ജീവൻ നഷ്ടമായിരുന്നു. ആ വിയോഗത്തിന്റെ നോവ് മാറാത്ത സാഹചര്യത്തിൽ മരിച്ചവരോടുള്ള ആദരസൂചകമായി ഇത്തവണ IPL ആഘോഷങ്ങൾ ലളിതമാക്കാൻ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു. ആഘോഷങ്ങളില്ലെങ്കിലും മൈതാനത്തെ പോരാട്ടത്തിന് ഒട്ടും വീര്യം കുറയില്ല. ആദ്യ പോരാട്ടത്തിൽ വിജയം ആർക്കൊപ്പമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് കായിക ലോകം. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്.